നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ഫോഴ്സ് റിവിഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫോഴ്സ് പരീക്ഷകളെല്ലാം വന്നു അല്ലെ, പ്രിസൺ ഓഫീസർ, എക്സൈസ് അന്ന ഫോഴ്സിന്റെ മാത്രമല്ല, വെബ്കോ പരീക്ഷയ്ക്കായാലും അടുത്ത LDC പരീക്ഷകൾക്കായാലും എല്ലാം പ്രിസൺ ഓഫീസർ ഈ വരുന്ന മാസമാണ്. പിന്നെ എക്സൈസ് വരുന്നു, പോലീസ് വരുന്നു, ഫയർഫോഴ്സ് വരുന്നു, ഡ്രൈവർ പരീക്ഷകളെല്ലാം വരുന്നു. അപ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡോടുകൂടി പഠിച്ചേ പറ്റുകയുള്ളൂ. സിമ്പിൾ ചോദ്യങ്ങൾ കുറവല്ല, എന്നാലും ഒരു പത്തോളം സിമ്പിൾ ചോദ്യങ്ങളും ബാക്കിയെല്ലാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ, ഭരണഘടന, സുപ്രധാന നിയമങ്ങൾ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ലോക ജോഗ്രഫി ശ്രദ്ധിക്കണേ. ലോക ജോഗ്രഫിയിൽ സമുദ്ര ജലപ്രവാഹങ്ങൾ ചോദിക്കാം, അന്തരീക്ഷ പാളികൾ, കാറ്റുകൾ, മേഘങ്ങൾ, ഇതൊക്കെ. അതുപോലെ ലോക വിപ്ലവങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ലോക വിപ്ലവങ്ങൾ. അതുകൊണ്ട് ഞാനൊന്ന് റിവിഷൻ നടത്തി തരാം. അതിനു മുമ്പ് ഇന്നത്തെ കുറേ നല്ല മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരുവിധം മാക്സിമം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളെല്ലാം തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ പോയ ഇന്നൊരു 10 ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മാക്സിമം നമുക്ക് അതൊന്ന് റിവിഷൻ നടത്താം. റിവിഷനിലിരിക്കുക. എൻ്റെത് റിവിഷൻ പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത്, ഇന്ന് ഉപദേശങ്ങളൊന്നും തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഒന്നാമത്തെ ടോപ്പിക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്ന് എഴുതിയ 10 ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കെ. ലോക സംഘടനകൾ, ആസ്ഥാനങ്ങൾ, വർഷങ്ങൾ ഉറപ്പായിട്ട് വരും. അപ്പൊ നമ്മളെ 13ാമത്തെ ടോപ്പിക്കാണ് ലോക സംഘടനകൾ, വർഷങ്ങൾ, ആസ്ഥാനങ്ങൾ. 13ാമത്തെ ടോപ്പിക്കാണ്. അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കളിൽ നിന്ന് ഒരെണ്ണം എന്തായാലും വരും. ഗ്രന്ഥികളിൽ നിന്നും വരുന്നുണ്ട്. ഗ്രന്ഥികളിൽ നിന്നും ഒരു ചോദ്യമുണ്ട്. അതുപോലെ അരുണ രക്താണുക്കളും ശ്വേതരക്താണുക്കളും ഉണ്ട്. ഗ്രന്ഥികൾ അടുത്തതിൽ എഴുതാം. നബാർഡ് എപ്പോഴും വരുന്നതാ ഫോഴ്സ് പരീക്ഷയ്ക്ക്. റിസർവ് ബാങ്ക്, നബാർഡ്. റിസർവ് ബാങ്ക് നമ്മൾ പഠിച്ചു തീർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ധനകാര്യ കമ്മീഷൻ ഉറപ്പായിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ധനകാര്യ കമ്മീഷൻ. അതുപോലെ കേരള പ്രക്ഷോഭങ്ങൾ, വർഷങ്ങൾ. അത് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ മാച്ച് ദ ഫോളോയിങ്ങിന് 4 കേരള പ്രക്ഷോഭങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ തരാം. അതുകൊണ്ട് അതും എഴുതിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ, ഇന്ത്യ, കേരളം പഠിച്ചല്ലേ പറ്റുള്ളൂ. ഒന്ന് റിവിഷൻ നടത്താൻ വേണ്ടി ഒന്നേ ഉള്ളൂ. വാതക നിയമങ്ങളിൽ നിന്നൊരു ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കില്ലേ. ചാൾസ് നിയമമായാലും അങ്ങനെയുള്ള നിയമം, ബോയിൽസ് നിയമമായാലും. കോശകലകൾ 12th ലെവൽ പരീക്ഷകൾ കണ്ടതാ. വനിതാ കമ്മീഷനും ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. റിവിഷന് വേണ്ടിയാ, നിങ്ങൾ പഠിച്ചു കാണും റിവിഷൻ. ഹരിത വിപ്ലവം ഉറപ്പായിട്ടൊരു ചോദ്യം ഉണ്ടാവും. pH മൂല്യങ്ങൾ. അങ്ങനെ 10 ടോപ്പിക്കാണ്. നോക്കാം ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക്. ഒന്നാമത്തെ ടോപ്പിക് ഐക്യരാഷ്ട്ര സംഘടനയും അനുബന്ധ സംഘടനകളും നോക്കാം. എന്നാണ് UNO വന്നത്? UNO വന്നത് 1945 ഒക്ടോബർ 24 അല്ലെ. 1945 ഒക്ടോബർ 24 UNO വന്നത്. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ലോകത്ത് വന്ന സംഘടനയാണ് UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ പ്ലേസ് അല്ലെ. മാൻഹട്ടൻ പ്ലേസിലാണ്. 45 ഒക്ടോബർ 24. അതുകൊണ്ട് UN ദിനം എന്നൊക്കെ ചോദിച്ചാൽ എന്നാ? UN ദിനം എന്നെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 24 UN പതാകയുടെ നിറം എന്താണെന്നറിയാമോ? UN പതാകയുടെ നിറം നീലയാണ്. നീല പശ്ചാത്തലത്തിൽ വെള്ള ഒലിവിലയാണ് UN പതാകയുടെ നിറം. അടുത്തത് സർവ്വരാജ്യ സഖ്യം. എന്നാണ് ലീഗ് ഓഫ് നേഷൻ? അതായത് അത് നിങ്ങൾക്കറിയാം, 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വന്ന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ. ജനീവയാണ് ആസ്ഥാനം കേട്ടോ. 1920 ജനുവരി 10 വരുന്നത്. ജനീവ ഒത്തിരി ആസ്ഥാനങ്ങളുണ്ട്. ജനീവ അങ്ങോട്ട് പറയുന്നതിലെല്ലാം ഞാൻ കിടപ്പുണ്ട്. അപ്പം ലീഗ് ഓഫ് നേഷൻസിന്റെ ആസ്ഥാനം ജനീവ. എന്നാ വന്നത്? 20ലാണ്. UNO വന്നത് 45. ലോക ബാങ്ക് വന്നത് 45 തന്നെയാണ്. വാഷിംഗ്ടൺ DC. ലോക ബാങ്കും IMFന്റെ ആസ്ഥാനം എവിടെ? ലോക ബാങ്കും IMF, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും വാഷിംഗ്ടൺ DC. ഈ 2 സംഘടനകളെയാണ് നമ്മൾ ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബ്രിട്ടൻ വുഡ് സഹോദരിമാർ എന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ലോക ബാങ്കും IMFും. 2ന്റെ ആസ്ഥാനം എവിടെ? വാഷിംഗ്ടൺ DC. ഏത് വർഷമാ വന്നത്? 45 വന്നത് അല്ലെ. അന്താരാഷ്ട്ര നാണയനിധി വന്നതും 45. ആസ്ഥാനം വാഷിംഗ്ടൺ DC. അടുത്തത് UNOയുടെ കലാ സാംസ്കാരിക സംഘടന ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. UNOയുടെ കലാകായിക സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോയുടെ ആസ്ഥാനം തെറ്റരുത്, പാരീസിലാണ്. 1945 തന്നെയാണ് യുനെസ്കോ വരുന്നത്. അപ്പൊ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസ്. 45. ഇനി കുട്ടികളുടെ സംഘടന. UNOയുടെ കുട്ടികളുടെ സംഘടന യുണിസെഫ്, ന്യൂയോർക്ക്. 1946 വരുന്നത്. ഏതൊക്കെ പഠിച്ചു? UNO വന്നത് ന്യൂയോർക്കിൽ 45. സർവ്വരാജ്യ സഖ്യം 20 വന്നു.
ജനീവ. ലോക ബാങ്കും IMF വന്നത് 45, വാഷിംഗ്ടൺ DC. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് 45, യുണിസെഫ് ന്യൂയോർക്ക് 46. അടുത്തത് ഈ UNOയുടെ പരിസ്ഥിതി സംഘടനയുടെ പേരാണ് UNEP, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി എന്ന് പറയുന്നത്. ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ 1972 വന്നത്. അപ്പൊ UNEP-യുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബിയാണ് UNEP. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. 1995 ലോക വ്യാപാര സംഘടന വരുന്നത്. 95 ജനുവരി 1 കേട്ടോ. ജനുവരി ഇത് നമ്മൾ പഠിക്കും, വെരി വെരി ഇമ്പോർട്ടന്റ്. വേറെടുത്ത് പഠിക്കും. പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യ WTO-യിൽ അംഗമായ വർഷം എന്ന് ചോദിക്കാറില്ലേ? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായതും ഇതേ ഡേറ്റിൽ തന്നെ 1995 ജനുവരി 1. അപ്പം WTO-യുടെ വർഷം എന്നാണ് 95 ജനുവരി 1. ഇതിന്റെ ആദ്യകാല നാമം നിങ്ങൾക്കറിയാമോ? WTO-യുടെ ആദ്യകാല നാമം ചോദിക്കും. ഗാട്ടാണ്. 1948 വന്ന ഗാട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഗാട്ടാണ് നമ്മൾ പിന്നീട് ലോക വ്യാപാര സംഘടനയായിട്ട് വന്നത്. അപ്പൊ ചിലപ്പം ലോക വ്യാപാര സംഘടനയുടെ ആദ്യകാല നാമം ചോദിക്കും. ഗാട്ട് കരാർ എന്നാണ്. 95 ഗാട്ട് എന്നു ചോദിച്ചാൽ 48 പറഞ്ഞു. അത് രണ്ടിന്റെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയും ജനീവയാണ്. ആസ്ഥാനം ജനീവ. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആസ്ഥാനവും ജനീവ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ഏതൊക്കെ പഠിച്ചു? ഇപ്പം നമ്മുടെ സർവ്വരാജ്യ സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവ, പിന്നെ ലോക വ്യാപാര സംഘടന, ലോകാരോഗ്യ സംഘടന, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, ഇതെല്ലാം ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവ. ഭക്ഷ്യ കാർഷിക സംഘടന FAO, ചിലപ്പോൾ FAO എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, അത് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമാണ്. അടുത്തതും ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ സംഘടന IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. IAEA-യുടെ ആസ്ഥാനം ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ഭക്ഷ്യ കാർഷിക സംഘടന റോം, IAEA-യുടെ തലസ്ഥാനം വിയന്ന. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP-യുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. മാനവ വികസന സൂചികയൊക്കെ തയ്യാറാക്കുന്ന സംഘടന ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? എക്കണോമിക്സിൽ മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് UNDP-ക്കാരാണ്. ഇവരുടെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. കോമൺവെൽത്ത് സംഘടന, വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് ബ്രിട്ടീഷുകാർ കോളനികളാക്കി വെച്ചിരുന്ന രാജ്യങ്ങളിലെ കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഇവർ വന്നത് 1931 ലണ്ടനിലാണ് കേട്ടോ. ലണ്ടനിലെ മാൾബറോ ഹൗസ്. കോമൺവെൽത്ത് സംഘടന എന്നാ വന്നത്? 1931 ലണ്ടനിലെ മാൾബറോ ഹൗസിലാണ്. അതും നല്ലൊരു പോയിന്റ് ആണ്. ചേരിചേരാ പ്രസ്ഥാനം, ഇതിന് ആസ്ഥാനം ഇല്ലടെ. വന്ന വർഷം പഠിച്ചത് 65 കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം വന്നത് 65. ഓക്കെ. യൂഗോസ്ലാവിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ വെച്ചാണ് ഇത് രൂപം കൊള്ളുന്നത് കേട്ടോ. 55 ഒരു ബാന്തും ഉടമ്പടി പ്രകാരം 61 യൂഗോസ്ലാവിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ വെച്ചാണ് നാം രൂപം കൊള്ളുന്നത്. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ഇല്ല. 61 വന്നു. സാർക്ക്, ഇന്ത്യ ഏറ്റവും വലിയ അംഗരാജ്യമാണ്. സാർക്കിലെ ഏറ്റവും വലിയ രാജ്യം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഇന്ത്യ പറയാം. സാർക്കിന്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. 85 വന്നത്. സാർക്ക് എന്നാണ് വന്നത്? 85 വന്നു കാഠ്മണ്ഡു. അടുത്തത് ഉറപ്പായിട്ട് വരും, +2 ചാപ്റ്ററിൽ ഉള്ളതാണ്. ASEAN-ന്റെ ആസ്ഥാനം. ASEAN സൗത്ത് ഏഷ്യൻ സംഘടനകളാണ്. ASEAN-ന്റെ ആസ്ഥാനം ജക്കാർത്ത. 67 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ASEAN-ന്റെ ആസ്ഥാനം. യൂറോപ്യൻ യൂണിയൻ വന്നത് ബ്രസൽസ് 93. 1957 ഇത് വരുന്നതെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആയി മാറുന്നത് 93 കേട്ടോ. 57 വന്ന യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസ്. അപ്പൊ ഈ 3 ഇമ്പോർട്ടന്റ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, ASEAN ജക്കാർത്ത, യൂറോപ്യൻ യൂണിയൻ ബ്രസൽസ്. ഒപ്പക്, ലോക എണ്ണ കമ്പനികൾ അല്ലെ, എണ്ണ കമ്പനിയുടെയാണ് ലോക ഒപ്പക് എന്ന് പറയുന്നത്. അവരുടെ എണ്ണ കമ്പനികളുടെ സംഘടനയാണ് ഒപ്പക്. ഒപ്പക്കിന്റെ ആസ്ഥാനവും ആസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. 60 റെഡ് ക്രോസ് സൊസൈറ്റി, ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ സംഘടന ഏത്? നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ, സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ സംഘടന ഏത്?
എന്നൊക്കെ ചോദിച്ചാൽ റെഡ് ക്രോസ് സൊസൈറ്റി, അതും ജനീവ 1863 വന്നു. പിന്നെ മറ്റൊരു മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടനിലാണ്, 61 വരുന്നത്. രണ്ട് മനുഷ്യാവകാശ സംഘടനയാണ്. റെഡ് ക്രോസ് സൊസൈറ്റി 63 വന്നു, ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 വന്നു. അടുത്ത വരുമെന്ന് ഉറപ്പ് പറയുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ, ലോകത്തിന്റെ പോലീസ് സംഘടനയുടെ പേര്. ലോക പോലീസ് സംഘടനയുടെ പേര് ഇന്റർപോൾ, 1923 വന്നു. പാരീസിലെ ലിയോൺസ് ആണ് ഇന്റർപോളിന്റെ ആസ്ഥാനം കേട്ടോ. പാരീസിലെ ലിയോൺസ്. ഇന്റർപോൾ ഏത് വർഷമാണ് വന്നത്? 23. അടുത്തതും ചോദിച്ചു അടുത്ത ക്വസ്റ്റ്യൻ PSCക്ക് ഉറപ്പായിട്ട് 12th ലെവൽ ചോദിക്കുന്നതാണ്. ADB മറന്നുപോരുതേ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഏഷ്യൻ വികസന ബാങ്ക് എന്നൊക്കെ ചോദിക്കാം. ഫിലിപ്പൈൻസിലെ മനില 66 വന്നത്. ADB വന്ന വർഷം എന്നാണ്? ഫിലിപ്പൈൻസിലെ മനില 66 വന്നു. 4 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവ. ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകത്തിലെ പ്രധാന മനുഷ്യാവകാശ സംഘടനയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പീറ്റർ ബറസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാൽ കൊണ്ടുവരുന്നത്. പീറ്റർ ബറസൻ എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിക്കുന്നത്. ലണ്ടനിലാണ്. പോലീസ് സംഘടന ഏതാണ്? ലോകത്തിന്റെ ഇന്റർപോൾ. 23 ആസ്ഥാനം എവിടെ? പാരീസിലെ ലിയോൺസ്. ADBയുടെ ആസ്ഥാനം എവിടെ? മനില 1966 വരുന്നത്. ഫിലിപ്പൈൻസിലെ മനിലയാണ് വരുന്നത്. അടുത്ത നോക്കേ, ഇത് മൂന്നും ചോദിച്ചു മടുത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. IUCN ലോകത്തിലെ മറ്റൊരു പരിസ്ഥിതി സംഘടനയാണ്. IUCN 48 സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതും പരിസ്ഥിതി സംഘടനയാണ്. ഉറപ്പ് പഠിച്ചിട്ടേ കേറാവേ. അത് 61 വന്നു. അതും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് ആസ്ഥാനം. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. അപ്പം IUCNന്റെ ആസ്ഥാനവും WWFന്റെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. വർഷവും കൂടെ പഠിച്ചേരെ ഫോഴ്സുകാര്. 48 IUCN വന്നു. WWF വന്നത് 61. ഇനി മറ്റൊരു പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ് സംഘടന. 1971 ആംസ്റ്റർഡാമിലാണ് സ്ഥാപിക്കുന്നത് ഗ്രീൻ പീസ് സംഘടന. അതുപോലെ ഗ്രീൻ ബെൽറ്റ് സംഘടനയും ചിലപ്പം ചോദിക്കാം കേട്ടോ. ഗ്രീൻ ബെൽറ്റ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഗ്രീൻ ബെൽറ്റ് സംഘടന സ്ഥാപിച്ചത് വങ്കാരി മാതായി, കെനിയയിലാണ് സ്ഥാപിക്കുന്നത്. വങ്കാരി മാതായി കേട്ടോ. ഗ്രീൻ ബെൽറ്റ് സംഘടന ഏതാണ്? വങ്കാരി മാതായി. ആഫ്രിക്കയിലെ കെനിയയിലെ നേതാവാണ് വങ്കാരി. പരിസ്ഥിതി നേതാവ്, നോബൽ സമ്മാനം ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. അടുത്ത ബ്രിക്സ് ഉച്ചകോടി. എന്ന് കേട്ടിട്ടില്ലേ? ഈ വർഷം ഇന്ത്യയിൽ വെച്ചാ കേട്ടോ. 2026 ബ്രിക്സിന്റെ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ചാണ്. ഷാങ്കായി ആണ് ആസ്ഥാനം. ചൈനയിലെ ഷാങ്കായി 2023. ഇത്രയും നല്ല ചോദ്യങ്ങളാണ്. 28 ഇതിൽ ഒരു ചേരുംപടി ചേർക്കാനായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റായ ആസ്ഥാനം ഏത് എന്ന് ചോദിക്കാം. പ്രധാനപ്പെട്ടതിന്റെ വർഷങ്ങളും കൂടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് പോണേ, ഒന്ന് റിവിഷൻ നടത്തിയിട്ട് പോണേ. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ, അരുണ രക്താണുക്കളും ശ്വേതരക്ത. സയൻസിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. +2ന്റെ പല ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യമുണ്ട്. അരുണ രക്താണുക്കൾ, അതായത് ചുവന്ന രക്താണുക്കൾ നമ്മൾ പഠിക്കത്തില്ലേ? എറിത്രോസൈറ്റ്, ചുവപ്പ് നിറവിൽ എറിച്ചു നിൽക്കുന്നത്. അപ്പൊ എറിത്രോസൈറ്റ് അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണെങ്കിൽ ലൂക്കോസൈറ്റ് ആണ് ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം. അരുണ രക്താണുക്കൾക്ക് 120 ദിവസം ആയുസ്സുണ്ടെങ്കിൽ ശ്വേതരക്താണുക്കൾക്ക് 10 മുതൽ 15 ദിവസം വരെ ആയുസുള്ളൂ. 10 മുതൽ 15. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാവുന്ന രോഗമാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് രോഗമാണ് നമ്മുടെ രക്താർബുദമില്ലേ, ലുക്കീമിയ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ആ രക്താർബുദം അഥവാ ലുക്കീമിയ, ഇത് കുറയുന്ന അവസ്ഥയുടെ പേര് ലൂക്കോപീനിയ എന്നതാണ് കേട്ടോ. അപ്പം ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം കുറഞ്ഞാൽ ലൂക്കോപീനിയ, കൂടിയാൽ ലുക്കീമിയ കേട്ടോ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടിയാൽ പോളിസൈത്തീമിയ എന്നാണ് പറയേണ്ടത്. 1 മില്ലിലിറ്ററിൽ 45-60 ലക്ഷം വരെ ഉണ്ട് അരുണ രക്താണുക്കൾ. 1 മില്ലിലിറ്ററിൽ ശ്വേതരക്താണുക്കൾ 5000-10000 വരെ ഉണ്ട്. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെടുന്നു. പക്ഷെ ഇവിടാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുക്കൾ ശ്വേതരക്താണുക്കളാണ്. അരുണ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. പൊതുവെ രക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. നശിക്കപ്പെടുന്നത് കരള്, പ്ലീഹ എന്നൊക്കെ പറയുന്നത്. ശവപ്പറമ്പ് എന്നൊക്കെ പറയാറില്ലേ? അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ്, പ്ലീഹ എന്നൊക്കെ പറയാറില്ല. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കളുടെ പേര് പഠിച്ചു വെച്ചേരെ. ഇതാണ് കഴിഞ്ഞ ഫോഴ്സ് പരീക്ഷയുടെ ചോദ്യത്തിൽ ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇത് എഴുതി വെച്ചത്. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ലിംബോസൈറ്റ്, മോണോസൈറ്റ്. പ്രധാനപ്പെട്ട ശ്വേതരക്താണുക്കൾ 5 എണ്ണമാണ്. ഒന്ന് ബേസോഫിൽ,
2 ന്യൂട്രോഫിൽ, 3 ഈസ്നോഫിൽ, 4 ലിംബോസൈറ്റ്, 5 മോണോസൈറ്റ്. പഠിച്ചു വെക്കണേ. അതിലെ ചെറുതും വലുതും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റും ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംബോസൈറ്റ്. LDC പരീക്ഷയ്ക്ക് വന്നതാ. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്, ഏറ്റവും ചെറുത് ലിംബോസൈറ്റ്. അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് പ്ലീഹയാണ്. മർമ്മമില്ലാത്ത രക്തകോശമാണ് അരുണരക്താണുക്കൾ. ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ വിറ്റാമിൻ B9 B12 വേണം. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംബോസൈറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന ശ്വേതരക്താണുക്കളെ വിളിക്കുന്നുണ്ട് ആന്റിബോഡി. നമ്മളെ പഠിച്ചു നേരത്തെ രോഗപ്രതിരോധത്തിനാണെന്ന്. അപ്പൊ ലിംബോസൈറ്റ് ആന്റിബോഡികളുടെ ഉൽപാദനം. HIV വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണുവും ലിംബോ വൈറസിനെയാണ് HIV ശ്വേതരക്താണു. അത് ആ ഒരു ശ്വേതരക്താണുക്കളുടെ പേരുകൾ 5 എണ്ണം അങ്ങ് പഠിച്ചേരെ, വലുതും ചെറുതും ഒന്ന് പഠിച്ചേരെ കേട്ടോ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത നബാർഡ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്നാ വന്നത്? 1982 ജൂലൈ 12. ആസ്ഥാനം മുംബൈ. ഏത് കമ്മിറ്റി പ്രകാരം വന്നു? ശിവരാമൻ കമ്മിറ്റി പ്രകാരം വന്നു അല്ലെ? ശിവരാമൻ കമ്മിറ്റി പ്രകാരം നബാർഡ് നിലവിൽ വന്നു. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ്. വായ്പ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. പൂർണ്ണരൂപം എന്താ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഡേറ്റ് പഠിച്ചേ പറ്റൂ, ഡേറ്റോട് കൂടി കയറണം. 1982 ജൂലൈ 12 നബാർഡ് രൂപീകരിച്ചത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി ശിവരാമൻ കമ്മിറ്റിയാണ്. റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരിന്റെയും ഓഹരി മൂലധനം തുല്യമായി വിധിച്ചിരിക്കുന്നു. റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഓഹരി മൂലധനം തുല്യമായി വീതിച്ചിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇവർക്ക് ഫണ്ടായിട്ട് കൊടുക്കുന്നത്. സംസ്ഥാന സഹകരണ ബാങ്ക്, ഗ്രാമീൺ ബാങ്ക് എന്നിവയ്ക്ക് പുനർവായ്പയായി സഹായം നൽകുക, പരിശോധിക്കുക തുടങ്ങിയവയെല്ലാം ചുമതലകളാണ്. റിസർവ് ബാങ്ക് ലോക ബാങ്കിൽ നിന്നാണ് ധനസഹകരണം ഏറ്റെടുക്കുന്നത് കേട്ടോ. റിസർവ് ബാങ്ക്, ലോക ബാങ്ക് എന്നിവയിൽ നിന്നാണ് ഇവർക്ക് ധനസഹായം കിട്ടുന്നത്. ഓർത്തു. 100 കോടി രൂപ മൂലധനത്തിൽ തുടങ്ങിയ നബാർഡ് ഇപ്പോൾ മൂലധനം 2000 കോടി രൂപയാണ്. ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേരാൻ ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. റിസർവ് ബാങ്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബാങ്കിങ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റ്. അപ്പൊ എന്നാണ് നബാർഡ് വന്നത്? നബാർഡ് വന്നത് 1982 ജൂലൈ 12. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി വായ്പ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് നബാർഡ്. ആസ്ഥാനം മുംബൈയാണ്. നബാർഡ് രൂപീകരിച്ച കമ്മിറ്റി ഏതാ? ശിവരാമൻ കമ്മിറ്റിയാണ്. അടുത്ത ധനകാര്യ കമ്മീഷൻ. ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ ചോദിക്കും, നിലവിൽ വന്നത് ചോദിക്കും. അത് രണ്ടും ശ്രദ്ധിച്ചോണേ കേട്ടോ. നബാർഡ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് നോക്കാം. ധനകാര്യ കമ്മീഷൻ വന്നത് 1951 നവംബർ 22. രൂപീകരിച്ചത് ഡേറ്റ് വേണേ 51 നവംബർ 22. ആർട്ടിക്കിൾ 280 നബാർഡിനെ കുറിച്ച് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 280. ഇതിന്റെ ശുപാർശകൾ 281 ശുപാർശകൾ ഉപദേശ സ്വഭാവമുള്ളതായിരിക്കും കേട്ടോ. ശുപാർശ ഇവർ വന്നാൽ അതൊരു അഡ്വൈസറി സ്വഭാവമുള്ളതായിരിക്കും. അപ്പൊ എന്നാണ് ധനകാര്യ കമ്മീഷൻ വന്നത്? 51 നവംബർ 22. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 280. ഇവരുടെ ശുപാർശകളെ കുറിച്ച് ചോദിച്ചാൽ 281 ആണ്. ഭരണഘടനയുടെ ഭാഗം 12 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 5 വർഷം കൂടുമ്പോഴാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇതിന് വീണ്ടും ഇവർക്ക് തന്നെ നിയമിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. 5 വർഷം കൂടുമ്പോൾ 5 വർഷ അംഗങ്ങളാണ് ഉള്ളത്. അപ്പം 5 വർഷമാണ് കാലാവധി. 5 അംഗങ്ങളാണ് നിയമിക്കുന്നതും റിപ്പോർട്ട് കൊടുക്കേണ്ടതും പ്രസിഡന്റിന്റെ കയ്യിലാണ്. പക്ഷെ അംഗങ്ങളുടെ യോഗ്യതയൊക്കെ തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ്. ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ചെയർമാന്റെ യോഗ്യത, പൊതുകാര്യങ്ങളിൽ പരിചയം ഉണ്ടാവുക. ആദ്യത്തെ ചെയർമാന്റെ പേര് തെറ്റരുത്, KC നിയോഗി. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? KC നിയോഗി. എന്നാ വന്നത് 1951 നവംബർ 22. ആർട്ടിക്കിൾ എത്ര? 280 ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. 5 അംഗങ്ങളാണ്, 5 വർഷമാണ് കാലാവധി. ആദ്യത്തെ ആളിന്റെ പേരെന്താ? KC നിയോഗിയാണ്. ഇപ്പൊ 15ാം ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞത്. 2025 NK സിംഗ്. ഇപ്പൊ അടുത്ത 16ാം ധനകാര്യ കമ്മീഷന്റെ പേര് തെറ്റരുത്, ഉറപ്പായിട്ട് 16ാം അങ്ങനെ തന്നെ പഠിക്കണേ. അരവിന്ദ് പനഗരിയ 2026-31. 16ാം ധനകാര്യ കമ്മീഷൻ ഇപ്പൊ ആരാണ്? അരവിന്ദ് പനഗരിയ. 2026-31 അവരുടെ
റിപ്പോർട്ട് കൊടുക്കേണ്ട കാലാവധി. ഇതിന്റെ ഫുൾ ടൈം മെമ്പർ അജയ് നാരായണ ഝാ, ആനി ജോർജ് മാത്യു, മനോജ് പാണ്ഡെ. ഇവന്റെ ഫുൾ ടൈം മെമ്പറായിട്ട് നിൽക്കുന്നത് ആനി ജോർജ്, അജയ് നാരായൺ ഝാ, മനോജ് പാണ്ഡെ. പിന്നെ ഒരു പാർട്ട് ടൈം മെമ്പർ ഉണ്ട്, സൗമ്യ കാന്തി ഘോഷ് എന്ന് പറയുന്നത്. അതിൽ ആനി ജോർജ് മാത്യു നമ്മുടെ മലയാളി കൂടിയാണ്. ഇത് അടുത്ത ഒരു മലയാളിയുടെ പേര് ഇപ്രാവശ്യത്തേത് ആനി ജോർജ് മാത്യു പഠിച്ചു വെച്ചേക്കണേ. ഇപ്പോഴത്തെ അംഗത്തിൽ ഒരു മലയാളി ഉണ്ടെന്ന്. ആദ്യ ധനകാര്യ കമ്മീഷനിൽ ഒരു മലയാളി ഉണ്ടായിരുന്നടെ, വി പി മേനോൻ. ഒന്നാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? വി പി മേനോൻ. എവിടെയാ പഠിച്ചിട്ടുള്ള വി പി മേനോനെ? നമ്മൾ പഠിച്ചിട്ടില്ലേ? അതായത് നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാ? വി പി മേനോൻ. പിന്നെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യമുണ്ട്. 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ വേദി എവിടെ? ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു അല്ലെ? അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അത് ഒറ്റപ്പാലം. വി പി മേനോന്റെ ജന്മസ്ഥലം പറയാൻ വേണ്ടിയാ. വി പി മേനോൻ എവിടുത്തുകാരനാണ്? ഒറ്റപ്പാലംകാരനായിരുന്നു. എന്താണ് വി പി മേനോന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം? നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോനാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് കൃതിയാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സും ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് കൃതിയാണ്. അതുപോലെ വി പി മേനോനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മലയാളി ഗവർണർ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മലയാളി ഗവർണർ ആരാ? വി പി മേനോന്. കേരളത്തിലെ ആദ്യത്തെ മലയാളി ഗവർണർ വി വിശ്വനാഥൻ. ഒരേ ഒരു മലയാളി ഗവർണറെ വന്നിട്ടുള്ളൂ, വി വിശ്വനാഥൻ. ഇന്ത്യയിലെ ആദ്യ മലയാളി ഗവർണർ നമ്മുടെ വി പി മേനോൻ, ഒഡീഷ സംസ്ഥാനത്തിലാണ് വന്നത്. രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സന്താനമാണ്. അപ്പൊ ആദ്യത്തെ ആള് കെ സി നിയോഗി, രണ്ടാമത്തെ ആളാരാണ്? കെ സന്താനം. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ നന്ദു കിഷോർ സിംഗ് ആയിരുന്നു. 21, 25 ഒന്ന് പഠിച്ചു വെച്ചേരെ. ചിലപ്പോ 15 ആണോ 16 ആണോ 17 ആണോ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 15ാം ധനകാര്യ കമ്മീഷൻ 15 അല്ല 14, 21, 25 ചെയർമാൻ ആര് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം 15ാം ധനകാര്യ കമ്മീഷനെ മറന്നു പോരുത്. ഇപ്പം കഴിഞ്ഞതാര? നന്ദു കിഷോർ സിംഗ്. എൻ കെ സിംഗ് എന്ന് തരാതെ ചിലപ്പം നന്ദു കിഷോർ സിംഗ് എന്നൊക്കെ കയറി ചോദിക്കാം. അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കണേ. ഇപ്പം പുതിയതാരാണ്? അരവിന്ദ് പനഗരിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഇത് ഓർത്ത് വെച്ചിരിക്കണം. അർത്ഥനീതിന്യായ സംവിധാനം കൂടിയാണ് ഇത്. വിശേഷണം ധനകാര്യ കമ്മീഷനെ വിളിക്കുന്നത് ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏത്? ബാലൻസിംഗ് വീൽ ഓഫ് ഫിസ്ക്കൽ ഫെഡറേഷൻ ഓഫ് ഇൻ ഇന്ത്യ. ആസ്ഥാനം ന്യൂഡൽഹിയിലെ ജവഹർ വ്യാപാര ഭവൻ എന്നാണ് ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര്, ജവഹർ വ്യാപാര ഭവൻ. ഇവരുടെ ചുമതലകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കുക. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട ഗ്രാന്റുകളും അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ. ധനകാര്യ വിഷയങ്ങളിൽ പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വരാം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പ്. ഇതങ്ങ് പഠിച്ചേരാം കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 292 സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കടമെടുക്കാറില്ലേ നമ്മൾ ധനകാര്യവുമായി 293 രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേന്ദ്ര സർക്കാർ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 292, സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് 293 ആണ്. ഇനി കേരളത്തിലെയും കൂടെ നോക്കിയേരെ. ഇന്ത്യയിൽ എന്നാ വന്നത്? 1951 നവംബർ 22 ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ എത്ര? 280. അതുപോലെ കേരളവും കൂടെ പഠിച്ചേരെ. കേരളത്തിൽ ധനകാര്യ കമ്മീഷൻ കുറെ വർഷം കഴിഞ്ഞ 1994 ഏപ്രിൽ 23 കേരളത്തിൽ ധനകാര്യ കമ്മീഷൻ വന്നത്. ഈ വർഷം കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 94 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് വന്ന വർഷം എന്ന് ചോദിക്കാറില്ലേ? ഇന്ത്യയിലല്ല, കേരള പഞ്ചായത്ത് രാജ് വന്നതും 1994 ഏപ്രിൽ 23, അതേ ഡേറ്റ. അപ്പം കേരള ധനകാര്യ കമ്മീഷനും 94 ഏപ്രിൽ 23 241 ഐയും വൈയുമാണ് ആർട്ടിക്കിൾ കേട്ടോ. കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 241 ഐയും വൈയും. ഐ എന്ന് പറഞ്ഞാൽ ഓരോ 5 വർഷത്തിൽ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിന് ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഐയുമാണ്. വൈ എന്ന് പറയുന്നത് നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ പരിധിയിൽ കൊണ്ടുവരിക. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലൂടെയാണ് ഇത് വരുന്നത്. 94 കേരള മുനിസിപ്പാലിറ്റി നിയമം 94. ഈ 2 നിയമത്തിലൂടെയാണ് ഇങ്ങനൊരു ധനകാര്യ കമ്മീഷനെ നിയമിച്ചത്. ഇവരുടെ കാലാവധി 5 വർഷം, 3 പേരേ ഉള്ളൂ. മറ്റേടത്ത് 5 പേരുണ്ട്, ഇവർ 3 പേരാണ് ഉള്ളത്. നിയമിക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും രാജിക്കത്ത് കൊടുക്കേണ്ടതും ഗവർണർക്കാണ്. അംഗങ്ങളുടെ യോഗ്യത തീരുമാനിക്കുന്നത് അവിടുത്തെ പോലെ, അവിടെ പാർലമെന്റ് ആയിരുന്നു, ഇവിടെ സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ആദ്യത്തെ ചെയർമാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ
ആദ്യ ചെയർമാൻ PM എബ്രഹാമാണ്. എബ്രഹാമാണ് ആദ്യ ചെയർമാൻ. മുമ്പ് അവിടെ ആരായിരുന്നു? KC നിയോഗി അല്ലെ. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ KC നിയോഗിയും സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ PM എബ്രഹാമുമാണ് കേട്ടോ. 7ാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടർ KN ഹരിലാലാണ്. ജയതിലകം, ശർമിള മേരി ജോസഫ് ഒക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാലാണ് വരുന്നത്. ഇവരുടെ ചുമതലകൾ ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. സംസ്ഥാനത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനകാര്യ സ്ഥിതി വിലയിരുത്തുക, സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റിനും ഇടയിലുള്ള വരുമാന വിതരണം അളക്കുക, ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ഇടയിലെ വരുമാന വിതരണം അളക്കുക. അതായത് തദ്ദേശ സ്വയംഭരണം ഒക്കെ ഇല്ലേ, ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുക, മറ്റു രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയേ ഉള്ളൂ. അത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. നല്ല സെറ്റ് ചോദ്യം. ഒന്നും കൂടെ വർഷം ഒന്ന് ഓർത്ത് നോക്കെ. ഇന്ത്യയിൽ വന്നത് ധനകാര്യ കമ്മീഷൻ 1951 നവംബർ 26. കേരളത്തിൽ വന്നത് 1994 ഏപ്രിൽ 23. ഇന്ത്യയിലെ ആർട്ടിക്കിൾ 280, കേരളത്തിലെ ആർട്ടിക്കിൾ 243 ഐയും വൈയുമാണ്. സെറ്റാണല്ലോ. ഇന്ത്യയിൽ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ 3 അംഗങ്ങളെ ഉള്ളൂ. ഇനി 5 വർഷമാണ് കാലാവധി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ആള് അരവിന്ദ് പനഗരിയ, കേരളത്തിലെ ആള് ഹരിലാൽ. ഓക്കെ, ഒരുവിധം ബേസ് ക്വസ്റ്റ്യൻ കിട്ടിയേ. ഇനി ഇതിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം കേട്ടോ. ഉറപ്പായിട്ട് വരാൻ പറ്റിയതാ. 5 തെങ്ങ് കലാപം നമുക്ക് മൊത്തത്തിലൊന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ഓട്ടിച്ച് പഠിക്കാനാണ്. ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ കലാപം ഏതായിരുന്നടെ? 5 തെങ്ങ് കലാപമാണ്. ഈ കേരളവുമായി ബന്ധപ്പെട്ട് വർഷമെന്ന 1697. ഞാൻ ഡീപ്പായിട്ട് പറയുന്നില്ല, കാരണം പറയാൻ നിന്നാൽ ഞാൻ ഒത്തിരി പറയണം ഇതായിട്ട്. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ വർഷത്തിലൂടെ പോകുന്നേ. ആറ്റിങ്ങൽ കലാപം 1697. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 കേട്ടോ. 29 മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നു. വേണാട് ഉടമ്പടി 23 കേട്ടോ. ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? വേണാട് ഉടമ്പടി 23. തൃപ്പടിദാനം, മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3. മാമാങ്കം അവസാനിച്ചത് AD 829 തുടങ്ങിയ മാമാങ്കം 1755 അവസാനിച്ചു. 2ാം തൃപ്പടിദാനം 1766 ധർമ്മരാജ നടത്തിയത് 2ാം തൃപ്പടിദാനം. 1ാം പഴശ്ശി വിപ്ലവം 1793-97, 2ാം പഴശ്ശി വിപ്ലവം 1800-1805. ഇവിടം വരെ സെറ്റ് ആണോ നോക്കെ. അപ്പൊ പഴയത് മാത്രം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാ ഞാൻ എഴുതിയത്. 5 തെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, വേണാട് ഉടമ്പടി 1723, തൃപ്പടിദാനം 1750 ജനുവരി 3. ആരാ തൃപ്പടിദാനം നടത്തിയ? മാർത്താണ്ഡവർമ്മ. മാമാങ്കം തുടങ്ങിയത് 829, മാമാങ്കം അവസാനിച്ചത് 1755. 2ാം തൃപ്പടിദാനം ധർമ്മരാജൻ നടത്തിയത് 1766. പഴശ്ശി വിപ്ലവങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞേ. 1ാം പഴശ്ശി വിപ്ലവം 1793-97, 2ാം പഴശ്ശി വിപ്ലവം 1800-1805. കാരണം ഓർമ്മയുണ്ടോ? 1ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായവും, 2ാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം വയനാട് പിടിച്ചെടുക്കൽ, ബ്രിട്ടീഷുകാര് വയനാട് പിടിച്ചെടുക്കൽ. ഓക്കെ, സെറ്റാണ്. 1800-1805. അടുത്തത് പഴശ്ശിരാജ എന്നാണ് മരണപ്പെട്ടത്. അത് നമുക്കൊന്ന് നോക്കാം. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് വെരി ഇമ്പോർട്ടന്റ് 1805 നവംബർ 30 കേട്ടോ. അതിനു മുമ്പ് ഒരു നായർ പട്ടാള ലഹളയുണ്ട് 1804 പഴശ്ശിരാജ കൊല്ലപ്പെട്ടതെന്ന 1805 നവംബർ 30 അല്ലെ. പഴശ്ശിരാജയുടെ മൊത്തപ്പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നേ. പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ, പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ കേന്ദ്രം കണ്ണൂര് പുരളിമലയാണ് കേട്ടോ. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ല്, പഴശ്ശി സ്മാരകം വയനാട് മാനന്തവാടി, പഴശ്ശി അണക്കെട്ട് കണ്ണൂര് വളപട്ടണം പുഴയിലാണ് കേട്ടോ. അടുത്തത് വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം ഡേറ്റ് പഠിക്കണം. 1809 ജനുവരി 11 കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ് കുണ്ടറ വിളംബരത്തിന് വേണ്ടി വേലുത്തമ്പി തളവ വന്നത് കേട്ടോ. കുറിച്യർ ലഹള 1812 ആരാ കുറിച്യർ ലഹളയുടെ നേതാവ്? രാമൻ നമ്പി അല്ലേ. കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമല്ലേ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യർ ലഹള. ഏത് വർഷമാണ്? 1812 കുറിച്യർ ലഹള നടന്നത്. കുറിച്യർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി. 1ാം ചാനാർ ലഹളയുണ്ട്, ഒരു ചെറിയ ചാനാർ ലഹള 1822. ഇവിടെയാണ് വൈകുണ്ഠസ്വാമി വരുന്നത്. വൈകുണ്ഠസ്വാമി ഇവർക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് 1ാം ചാനാർ ലഹള. മെയിൻ ചാനാർ ലഹള വെറുതെ നിങ്ങളോട് ചോദിക്കാം, ചാനാർ ലഹള ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1859 ചാനാർ ലഹള നടന്നത്. ഇതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ കേട്ടാലോ. അപ്പം ചാനാർ ലഹളയുടെ മറ്റു പേര് മാറുമറക്കൽ സമരം,
മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാനലുകളെ. ഇതിനെ തുടർന്ന് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിക്കും. ഉത്തരം തിരുനാൾ. എന്നാണ് ചാനലകള 1859. പിന്നെ അതാണ്ട് തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് വിളിക്കുന്ന വിളംബരം ഏത്? തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് വിളിക്കുന്നത് പണ്ടാരപ്പാട്ട വിളംബരം 1865 ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. വ്യക്തിയുടെ പേര് മറന്നു പോരുത്. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് വിളിക്കുന്നത് ഏതാ? പണ്ടാരപ്പാട്ട വിളംബരം. അത് 1865. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് കൊടുത്തത് 1891 ജനുവരി 1 അല്ലെ. മലയാളി മെമ്മോറിയലിന്റെ നേതാവാര ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമാണ് മലയാളി മെമ്മോറിയലിന് 1891 ജനുവരി 1 നമ്മുടെ ശ്രീമൂലം തിരുനാളിന്റെ കയ്യിൽ കൊടുക്കുന്നത്. ഇതിനിടയിൽ വില്ലുവണ്ടി യാത്ര 1893 ആര് നടത്തുന്നു? അയ്യങ്കാളി നടത്തുന്നു. അപ്പൊ വില്ലുവണ്ടി യാത്ര ഏത് വർഷം? 1893. മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത വർഷം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇതിന്റെ ശില്പി ജോൺ പെന്നി കുക്ക് എന്ന് പറയുന്ന ആളാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി. എന്നാ മുല്ലപ്പെരിയാർ 1895 കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ അണക്കെട്ട്. ഈഴവ മെമ്മോറിയൽ 1895 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന്റെ നേതാവ്. ഇത് കൊടുത്തതും ശ്രീമൂലം തിരുനാൾ. പക്ഷെ രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 കട്സൺ പ്രഭുവിനാണ്. അന്ന് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആയ കട്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊടുക്കുന്നത്. 1900 പുലേലകള, നമ്മുടെ അയ്യങ്കാളി നടത്തിയ പുലേലകളെയും ഈ പെരിനാട് ലകളെയും, 2 ലകളെയും 1915 പുലേലകളയുടെ മറ്റു പേരാ ഊരട്ടമ്പല ലകള, 90-ാം ആണ്ട് ലകള എന്നൊക്കെ വിളിക്കുന്നത് പുലേലകളെ. പെരിനാട് ലകളയുടെ മറ്റൊരു പേരാണ് കല്ലുമാല സമരം. കേട്ടോ, കല്ലുമാല സമരം കൊല്ലം ജില്ലയിലെ നടന്ന. ഇത് രണ്ടും നടത്തിയതാരാ? അയ്യങ്കാളിയാണ്. അപ്പൊ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര ഏത് വർഷം? 1893 വില്ലുവണ്ടി യാത്ര. പുലേലകളെയും പെരിനാട് ലകളെയും ഏത് വർഷം? 1915. ഇതുവരെ പറഞ്ഞ വർഷങ്ങളൊന്നും കൂടെ ഒന്ന് പറഞ്ഞേ. 5 തെങ്ങ് കലാപം 1697, ആറ്റിങ്ങൽ കലാപം 1721, ആറ്റിങ്ങൽ കലാപം അവസാനിപ്പിച്ച വേണാട് ഉടമ്പടി 1723. അതിനിടയ്ക്ക് ഒരെണ്ണം പറയാൻ വിട്ടുപോയി, കുളച്ചൽ യുദ്ധം അല്ലെ. കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം 41. 1750 തൃപ്പടിദാനം. 1766 രണ്ടാം തൃപ്പടിദാനം. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-96. രണ്ടാം പഴശ്ശി 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-805. നായർ പട്ടാള ലഹള 1804. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. കുറിച്യൽ ലഹള 1812. ഒന്നാം ചാനാർ ലഹള 1822. മെയിൻ ചാനാർ ലഹള 1859. പണ്ടാരപ്പാട്ട വിളംബരം 1865 പണ്ടാരപ്പാട്ട വിളംബരം. മലയാളി മെമ്മോറിയൽ 1891. വില്ലുവണ്ടി യാത്ര 1893. മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895. ഈഴവ മെമ്മോറിയൽ 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 പുലേലകളെയും പെരിനാട് ലകളെയും 1915. അടുത്തത് ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം താഴെ കിടക്കുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് 1916 ആദ്യമായി കൊണ്ടുവന്നത് പാലക്കാടാണ്. ആദ്യത്തെ അധ്യക്ഷ ആനി ബസൻ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം രൂപീകരിച്ചത് എവിടെ വെച്ച്? പാലക്കാട് വെച്ച്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷ ആനി ബസൻ. ഏത് വർഷമായിരുന്നു? മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916 തളി ക്ഷേത്ര സമരമുണ്ട്, ഒരു കൊച്ചു ചെയ്ത് കോഴിക്കോട് ജില്ലയിൽ തളി ക്ഷേത്ര സമരം 1917. മലബാർ കലാപം അല്ലെ, മലബാർ കലാപം, പൂക്കോട്ടൂർ ലഹള എന്നൊക്കെ ചോദിച്ചാലും 1921. അടുത്ത പഠിച്ചേ പറ്റൂ. വാഗൺ ട്രാജഡി 1921 നവംബർ 30 കൂടിയാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാ? സ്ട്രേഞ്ച് കമ്മീഷൻ. കേട്ടോ, മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ സ്ട്രേഞ്ച് കമ്മീഷനും വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷനുമാണ്. നേപ്പ് കമ്മീഷൻ. മലബാർ കലാപത്തെ തുടർന്ന് മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ചത് വില്യം ലോഗൻ കമ്മീഷനാണ്. അപ്പൊ മലബാർ കലാപം 21.
വാഗൺ ട്രാജഡി ഡേറ്റ് പഠിക്കണം. 1921 നവംബർ 10-ാണ് കേട്ടോ. ഇനി വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 മാർച്ച് 30. ഡേറ്റ് വേണേ, മാർച്ച് 30. ഇത് അവസാനിപ്പിച്ച ഡേറ്റും വേണം. 1925 നവംബർ 23 ഇത് അവസാനിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായിയുമായിരുന്നു കേട്ടോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ്. വൈക്കം ഹീറോ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കരെയാണ്. EV രാമ. അപ്പൊ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയതെന്ന് 24 മാർച്ച് 30, അവസാനിച്ചതോ 25 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1 സവർണജാഥ. ശുചീന്ദ്രം സത്യാഗ്രഹം 26 ME നായിഡു കേട്ടോ. നാഗർകോവില് ME നായിഡു, കോട്ടാറിൽ നിന്നും നാഗർകോവില്. അപ്പൊ ശുചീന്ദ്രം, അപ്പം വൈക്കം 24 ആണെങ്കിൽ ശുചീന്ദ്രം സത്യാഗ്രഹം 26. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് പഠിച്ചേരെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് 1930 ഏപ്രിൽ 13 കേളപ്പനാണ് നേതാവ് അല്ലെ. 3 ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചില്ലേ? പാലക്കാട് TT കൃഷ്ണസ്വാമി അയ്യർ, അതുപോലെ കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, നമ്മുടെ കണ്ണൂര് കേളപ്പനാണ്. അപ്പൊ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് 30 ഏപ്രിൽ 13. അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം 31 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് 1931 നവംബർ 1. യാചനാ യാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടല്ലേ? 31 തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനാ യാത്ര. 31. നിവർത്തന പ്രക്ഷോഭം 32. കേരളത്തിൽ PSC കൊണ്ടുവരാനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ പ്രക്ഷോഭം ഏതാ? നിവർത്തന പ്രക്ഷോഭം. 32 C കേശവനാണ് നേതാവ്. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. 35 കോഴഞ്ചേരി പ്രസംഗം. അപ്പം പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. 35. പട്ടിണി ജാഥ നയിച്ചതാരാ? AKG. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചത്. 36 പട്ടിണി ജാഥ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ PSC ഇന്ന് കാണുന്ന PSC, അത് ആദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായിരുന്നു. അത് 36 ഇന്ന് കാണുന്ന PSC ആയത് 56 ക്ഷേത്രപ്രവേശന വിളംബരം ഡേറ്റ് പഠിച്ചേ പറ്റൂ. ചിത്തിര തിരുനാൾ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12. കൊച്ചിയിലെ RK ഷൺമുഖം ഷെട്ടിക്കെതിരെ, കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ഷെട്ടിക്കെതിരെ നമ്മുടെ തൃശ്ശൂർ നടന്ന വൈദ്യുത സമരം ഏത് വർഷം? 36. വൈദ്യുത സമരത്തിന്റെ ജില്ലയൊക്കെ ചോദിക്കും. 36. അടുത്തത് പട്ടം താണുപിള്ള അധ്യക്ഷനായിക്കൊണ്ട് ആദ്യമായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് 38. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് വന്നത് 38. അക്കമ്മ ചെറിയാന്റെ പ്രശസ്തമായ രാജധാനി മാർച്ചും 38. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള. 38. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. രാജധാനി മാർച്ച് നടത്തിയതാരാ? അക്കമ്മ ചെറിയാനാണ്. 38. ഇനി കൊല്ലം ജില്ലയിലെ കടക്കൽ സമരം 38. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരേ ഒരു സമരമാണ് കടക്കൽ പ്രക്ഷോഭം. അതും 38. കല്ലറ പാങ്ങോട് സമരം 38. കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു സമരം നടന്നു. മൊറാഴ സമരം 40. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിൽ ആദ്യ സമരം ഏതാ? മൊറാഴ സമരം. പൂഴ്ത്തിവെപ്പിനെതിരെയായിരുന്നു. 40 മൊറാഴ സമരം എന്ന് പറയുന്നത്. KPR ഗോപാലൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ്. ഇതിനെ തുടർന്ന് വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചു. മൊറാഴ സമരത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നടന്നതാണ് കയ്യൂർ സമരം 41. ഇനി ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കീഴറിയൂർ ബോംബ് കേസ്. 42. കോഴിക്കോട് ഫറോക്ക് പാലം തകർക്കലാണ് കീഴറിയൂർ ബോംബ് കേസ്. 42. കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ സമരം 46. കാസർഗോഡ് ജില്ലയിലെ തോൽവിറക് സമരം 46. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വയലാർ സമരം 46. തൃശൂർ ജില്ലയിലെ കുട്ടംകുളം സമരം 46. അപ്പൊ കരിവള്ളൂർ 46, തോൽവിറക് സമരം 46, പുന്നപ്ര വയലാർ സമരം 46, കുട്ടംകുളം 46. ജില്ലകൾ തെറ്റരുത്. കരിവള്ളൂർ സമരം കണ്ണൂര്, തോൽവിറക് സമരം കാസർഗോഡ്, പുന്നപ്ര വയലാർ സമരം എവിടാണ്? അത് ആലപ്പുഴ, കുട്ടംകുളം സമരം തൃശ്ശൂരായിരുന്നു കേട്ടോ. കരിവള്ളൂർ സമരനായിക ദേവയാനിയും തോൽവിറക് സമരനായിക കാർത്യായനിയുമാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പാലിയം സത്യാഗ്രഹം 47. C കേശവൻ, എറണാകുളം ജില്ല തെറ്റരുതേ. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല എറണാകുളമാണ്. 47 കേട്ടോ. മാഹി വിമോചന സമരം ഉണ്ടല്ലോ, അതായത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മാഹി വിമോചന സമരം നടന്നത് 48. കൂത്താളി സമരം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. 40 മുതൽ 50 വരെ കൂത്താളി സമരം നടന്നത്. ഓക്കെ.
മനുഷ്യാവകാശ കമ്മീഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും മെയിൻ പോയിന്റാണ് തന്നേക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യം വരുന്നത് നിയമമാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം വരുന്നത് അല്ലെങ്കിൽ ഓർഡിനൻസ് എന്നൊക്കെ ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡിനൻസ് പാസ്സാക്കിയത് 93 സെപ്റ്റംബർ 28-നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 93 ഒക്ടോബർ 12. ഡേറ്റ് തെറ്റരുതേ. ഒന്നും കൂടെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം വന്നതെന്ന് 93 സെപ്റ്റംബർ 28, നിലവിൽ വന്നതെന്ന് 93 ഒക്ടോബർ 12. ഇത് ഭേദഗതി അടുത്ത കാലത്ത് ചെയ്തു 2019 ഓഗസ്റ്റ് 2-ന്. ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ് കേട്ടോ. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന് മൊത്തം എത്ര പേരുണ്ട്? 6 പേര്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനം അല്ല സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ്. വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. ഇവരുടെ ആസ്ഥാനത്തിന് പറയുന്ന പേര് സർദാർ പട്ടേൽ ഭവൻ അഥവാ മാനവ് അധികാർ ഭവൻ. സർദാർ പട്ടേൽ എന്നാണ് പുതിയ പേര്. മാനവ അധികാർ ഭവൻ എന്നും ചിലപ്പോൾ ഓപ്ഷനിൽ വരാം കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ് ഇവർക്കുള്ളത്. ഇത് ഇവരുടെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ വരും? ഇതൊക്കെ പ്രിസൺ ഓഫീസറിനെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നമുക്ക് പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാന ആള്, ചെയർപേഴ്സൺ. പിന്നെ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഉണ്ടാകണം, ലോകസഭാ സ്പീക്കർ ഉണ്ടാകണം, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ അധ്യക്ഷൻ വരണ്ട, ഉപാധ്യക്ഷൻ വന്നാൽ മതി. അധ്യക്ഷൻ ആരോ നമുക്കറിയാം, വൈസ് പ്രസിഡന്റ്, അവർക്ക് വരാൻ പറ്റത്തില്ല, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ മതി. അപ്പൊ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, രണ്ടിടത്തെയും പ്രതിപക്ഷ നേതാവ്, പിന്നെ രാജ്യസഭയുടെ ഒരു ഉപാധ്യക്ഷൻ കൂടി ഇവരെ വേണം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ഇവരുടെ യോഗ്യത ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി കേട്ടോ. ജഡ്ജി ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി മതി ചെയർമാന്റെ യോഗ്യത. മനുഷ്യാവകാശ ബാക്കി 5 പേരുടെ യോഗ്യത നോക്കാം. അംഗങ്ങളുടെ യോഗ്യത നോക്കാം. ഒന്നാമത്തെ ആള് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മൂന്നാമത്തെ ആള് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് കാര്യമായ പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു 3 പേര്. അങ്ങനെയാണ് ടോട്ടൽ 6 പേര് വരുന്നത്. അപ്പം 6 പേരുടെയും യോഗ്യത ആരൊക്കെയായിരുന്നത്? ഒന്നാമത്തെ ആള് ചെയർമാൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. രണ്ടാമത്തെ ആളായിരിക്കണം. രണ്ടാമത്തെ ആള് സുപ്രീം കോടതി ജഡ്ജി മതി. മൂന്നാമത്തെ ആള് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, അവിടെ ജഡ്ജി വരരുത്. നാലാമത്തെ ബാക്കി 3 പേരും മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക പരിജ്ഞാനം ഉണ്ടായിരുന്നു. ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇവരെ നീക്കം ചെയ്യുകയാണെങ്കിൽ ഒരു നിർധനൻ എന്ന് വിധിക്കപ്പെട്ടാല്, സദാചാര ദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ, ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ മാനസികമോ ശാരീരികമോ ദൗർബല്യം, ചിത്തഭ്രമം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മാനസിക വിഭ്രാന്തി എന്നിവ മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനാണെങ്കിൽ നീക്കം ചെയ്യാം. അടുത്ത നോക്കാം. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, സെക്രട്ടറി ജനറലിന്. ഉറപ്പായിട്ട് പഠിച്ചേരെ, പ്രിസൺ ഓഫീസറിന് വരുമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേര് സെക്രട്ടറി ജനറൽ. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ മിശ്രയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് വെങ്കിട ചെല്ലയുമാണ്. അപ്പൊ ആദ്യത്തെ ആള് ജസ്റ്റിസ് രംഗനാഥ മിശ്ര, രണ്ടാമത്തെ ആളാരാണ്? ജസ്റ്റിസ് വെങ്കിട ചെല്ലയുമാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുന്ന ഏക മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. നമ്മുടെ കോട്ടയംകാരനായ KG ബാലകൃഷ്ണനാണ്. ഇദ്ദേഹമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളിയും അല്ലെ. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നതും KG ബാലകൃഷ്ണൻ. കമ്മീഷന്റെ അംഗമായ ആദ്യ മലയാളി നമ്മുടെ ഫാത്തിമ ബീബിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീബിയും, ചെയർമാനായ ഒരേ ഒരു മലയാളി KG ബാലകൃഷ്ണൻ തന്നെ പറയണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ഇപ്പൊ ഒരു ഓർഡർ വന്നല്ലോ ഭേദഗതിയിൽ, പണ്ട് സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ വരണമായിരുന്നു. ഇപ്പൊ ഒന്നാമത്തെ എന്താ, സുപ്രീം കോടതി ജസ്റ്റിസോ ജഡ്ജിയോ മതി എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആദ്യമായി വന്ന ആള് നമ്മുടെ അരുൺകുമാർ മിശ്രയാണ് കേട്ടോ. നമ്മുടെ അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ V രാമസുബ്രഹ്മണ്യമാണ്. ആക്ടിംഗ് ആയിട്ട് V രാമസുബ്രഹ്മണ്യമായിരുന്നു. നിലവിലെ ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98 ഡിസംബർ 11. ഡേറ്റ് തെറ്റരുത്. ഇവിടെ 3 പേര് മതി. അവിടെ 6 പേരായപ്പോ ഇവിടെ 3 പേര്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അവിടെ അത് തന്നെയല്ലേ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്.
നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യേണ്ടത് രാഷ്ട്രപതിയാണ് കേട്ടോ. നീക്കം ചെയ്യേണ്ടത് രാഷ്ട്രപതി. വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ. ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. അവിടെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും ഇവിടെ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനുമാണ്. പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേരുണ്ട്, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഏതായിരുന്നു പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? സെക്രട്ടറി ജനറലിനാണ്. തെരഞ്ഞെടുക്കുന്ന സമിതിയിലുള്ളത് മുഖ്യമന്ത്രി വരണം, നിയമസഭാ സ്പീക്കർ വരണം, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി വരണം, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വേണം. 3 അംഗങ്ങളിലെ ചെയർമാൻ. 3 അംഗങ്ങളിൽ ചെയർമാന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി. കണ്ടോ, ചെയർമാന്റെ യോഗ്യത ചീഫ് ജസ്റ്റിസ് ഓർ, ഹൈക്കോടതിയാണ് അവിടെ സുപ്രീം കോടതി, ഇവിടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി ആയിരുന്നാൽ മതി. അടുത്തതോ, മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയിരുന്നതോ ആണ് കുറഞ്ഞത് അല്ലെങ്കിൽ 7 വർഷം ഒരു സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള ആയിരിക്കണം. മൂന്നാമത്തെ ആള് മനുഷ്യാവകാശത്തെ സംബന്ധിച്ച പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരാളായിരുന്നാൽ മതി. മൂന്നാമത്തത്, ആദ്യത്തെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ MM പരീത് പിള്ള. അവിടെ രംഗനാഥ മിശ്ര, ഇവിടെ ആരായിരുന്നു? MM പരീത് പിള്ള. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ തോമസ്. ഓക്കെ, വാതക നിയമങ്ങളിലേക്ക് നോക്കാം. ഗേ-ലുസാക്ക് നിയമം. വാതകങ്ങളുടെ മർദ്ദം താപനില തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന നിയമമാണ്. അതായത് ക്വസ്റ്റ്യൻ വായിക്കണേ, ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ, ഈ വരി വേണേ, വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിന്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയില് താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഈ വരി ശ്രദ്ധിക്കണം. അബ്സല്യൂട്ട് സ്കെയിലിന്റെ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ വന്നാൽ അത് ഏത് നിയമം? ഗേ-ലുസാക്ക് നിയമം എന്ന് വിളിക്കുന്നു. അപ്പൊ വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന നിയമം ഗേ-ലുസാക്ക് നിയമം. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം സ്ഥിരമായിരുന്നാൽ അതിന്റെ മർദ്ദം അബ്സല്യൂട്ട് സ്കെയിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ വന്നാൽ അത് ഗേ-ലുസാക്ക്. സ്ഥിരം വ്യാപ്തത്തിന്റെ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ മർദ്ദം കെൽവിനിലുള്ള ഊഷ്മാവിന് നേരെ അനുപാതത്തിലായിരിക്കും. ജോസഫ് ലൂയിസ് ഗേ-ലുസാക്ക് ആണ് ഇത് കണ്ടുപിടിച്ചത് എന്നാണ് പറയുന്നത്. അവോഗാഡോ നിയമത്തിന്റെ ഒരു പോയിന്റ് അങ്ങ് പഠിച്ചു നോക്കുക. ഒരു മൂലകത്തിന്റെ 1 ഗ്രാം അറ്റോമിക് മാസ് എന്നതിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അവോഗാഡോ സംഖ്യ എന്ന് പറയുന്നത്. ഇനി എന്താണ് നിയമം എന്ന് ചോദിച്ചാൽ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരാനുപാതം. പുതിയ ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇത് ഇമ്പോർട്ടന്റ്. ഈ വരി ചോദിച്ചിട്ട് ഏത് നിയമം എന്ന് ചോദിക്കും. ഒന്നും കൂടെ പറഞ്ഞേ. അതായത് താപനിലയും മർദ്ദവും അവിടെ സ്ഥിരമായിരിക്കും. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? വാതകങ്ങളുടെ മർദ്ദം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിൽ വന്നാൽ അതേതാ? അവോഗാഡോ നിയമം എന്ന് പറയുന്നു. അവോഗാഡോ സംഖ്യയൊക്കെ ചോദിക്കും. 6.022 × 10⁻23 ആണ് അവോഗാഡോ സംഖ്യ. ബോയിൽ നിയമം സെന്റൻസ് ശ്രദ്ധിക്കണേ. അതായത് അവിടെ താപനില സ്ഥിരമായിരിക്കുക. അപ്പൊ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതം. എന്തൊക്കെയാണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലെത്തുന്തോറും, വെരി വെരി ഇമ്പോർട്ടന്റ്, ഈ മുകളിലെത്തുന്തോറും എന്ത് വരും? കൂടി വരും അല്ലെ? താഴെ നിന്ന് പൊങ്ങി വരുമ്പോൾ അതിന്റെ വായു കുമിളകൾ മുകളിലെത്തുമ്പോൾ കൂടി വരുന്നു. ഈ നിയമം സിറിഞ്ചിന്റെ പ്രവർത്തന തത്വവും ബോയിൽ നിയമം. അപ്പൊ ഈ 2 നിയമവും, അക്വേറിയത്തിന്റെ ചുവട്ടിലെ കുമിളകൾ മുകളിലെത്തുമ്പോൾ പൊങ്ങി വരുന്നതും വലുതായി വരുന്നതും സിറിഞ്ചിന്റെ പ്രവർത്തന തത്വവും ബോയിൽ നിയമം. ചാൾസ് നിയമവും ആവർത്തിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, എല്ലാവരും കണക്റ്റഡ് ഫാക്ട്സ് ആണ്. അവിടെ മർദ്ദം സ്ഥിരമായിരിക്കുക. അപ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതം. കണ്ടോ, കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതം. അങ്ങനെ പറഞ്ഞാൽ ചാൾസ് നിയമമാണ് പറയേണ്ടത്. ചാൾസ് നിയമത്തിലാണ് ഇല്ല വായു നിറച്ച ഒരു ബലൂൺ ഒരു വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു എന്ന് പറയുന്നത് ചാൾസ് നിയമമാണ്. അടുത്ത പാസ്കൽ നിയമം നോക്കേ. ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്നു. അതെന്താണ്? ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടുന്ന പ്രസ്താവിക്കുന്ന നിയമം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം, ഡെന്റിസ്റ്റിന്റെ ട്രയർ, ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, ഇതൊക്കെ നിങ്ങൾക്ക് പാസ്കൽ നിയമമായിട്ട് പറയാവുന്നതാണ്. ഗേ-ലുസാക്ക് നിയമം, ബോയിൽ നിയമം, ചാൾസ് നിയമം എന്നിവ ചേർന്ന് സംയോജിത വാതക നിയമം ഉണ്ടാകുന്നു. ഈ 3 നിയമങ്ങളും അവോഗാഡോ നിയമവും ചേർന്ന ആദർശ വാതക നിയമം നിലവിൽ വന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടിരുന്നാൽ മതിയേ.
അടുത്തത് കോശകലകൾ. നമുക്ക് ജന്തുകോശങ്ങൾക്ക് 3 കലകൾ: ആവരണകല, നാഡീകല, പേശീകല, യോജകകല. അതിൽ ഏറ്റവും കൂടുതലുള്ള കല യോജകകലയാണ്. നോക്കാം, പേരിലൂടെ കിട്ടൂടെ. ആവരണകല പേരിലൂടെ കിട്ടും. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കല ആവരണകല. അന്നപഥത്തിന്റെ ഉൽപ്പത്തിയെ ആവരണം ചെയ്യുക, ശരീരത്തിന്റെ സംരക്ഷണവും സ്രവങ്ങളും ഉൽപാദനം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുക, ഇതങ്ങനെയാണ്. നാഡീകല എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ അകത്തും പുറത്തും ഉണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലയാണ്. പേശീകല ശരീര ചലനം സാധ്യമാക്കുക, കൂടാതെ ശരീരം സങ്കോചിപ്പിക്കുക, പൂർവസ്ഥിതി പ്രാപിക്കുക, ഇതൊക്കെയാണ് പേശീകല. അടുത്തത് ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരുന്ന പോലെ യോജകകല. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കല യോജകകലയാണ്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാ നോക്കെ. ഈ യോജകകല എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ. അസ്ഥികൾ, തരുണാസ്ഥി, നാരുകല, രക്തം, ടെൻഡനുകൾ, സ്നായുക്കൾ, ഇവരെല്ലാം ചേരുന്നതാണ്. ഇവരുടെ ധർമ്മം എന്താണെന്ന് നോക്കിയാൽ, ഇവരുടെ ധർമ്മം അതായത് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകല സ്നായുക്കൾ. നമ്മുടെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാരാ? സ്നായുക്കൾ. പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജകകലയുടെ പേര് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിക്കുന്നത് സ്നായുക്കൾ, പേശികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? അത് ടെൻഡനുകൾ. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല നമ്മുടെ യോജക കലയാണ്. ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലകളും യോജക കലയാണ്. നാരുകല കൂടാതെ കണ്ണുകളെ വൃക്കകളുടെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതും യോജകല. അപ്പം ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാരുകലയാണ്. നമ്മുടെ കണ്ണും വൃക്കയും തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതും നാരുകലയാണ്. പദാർത്ഥ സമ്മകനം, രോഗപ്രതിരോധം, ഇതാണ് നമ്മുടെ രക്തത്തിന്റെ ധർമ്മം. പദാർത്ഥ സമ്മകനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുക. ശരീര ചലനത്തിനും സഹായിക്കുകയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആഗ്രഹിക്കുന്നതിന് നൽകുക, അത് അസ്ഥിയും തരുണാസ്ഥിയും. ജസ്റ്റ് വായിച്ചു വിടുക. ഒരു ചോദ്യം ഉറപ്പായിട്ട് ചിലപ്പം ജന്തുകോശങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ, അപ്പൊ മനുഷ്യാവകാശം ഉണ്ടായിരുന്നു, ധനകാര്യ കമ്മീഷൻ ഉണ്ട്, വനിതാ കമ്മീഷൻ ഉണ്ട്. ഈ പോയിന്റുകൾ അങ്ങ് പഠിച്ചു വെക്കണേ. 1990 ആഗസ്റ്റ് 30 നിയമം കണ്ടോ, നിയമം മറന്നുപോരുതേ. നിയമം ഒരു 2 വർഷം മുമ്പേ വന്നു. 90 ആഗസ്റ്റ് 30-നും ദേശീയ വനിതാ കമ്മീഷൻ വന്നത് 92 ജനുവരി 31-നുമാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഇവിടെ. മനുഷ്യാവകാശ കമ്മീഷനും 6 വനിതാ കമ്മീഷനും 6 പേരാണ്. 5 അംഗങ്ങളിൽ ഓരോ അംഗങ്ങൾ വീതമെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കണം. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവിടെ 65. മനുഷ്യാവകാശ കമ്മീഷനിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സും വനിതാ കമ്മീഷനിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനാണ്. നിയമിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ് കേട്ടോ. ആരാണ് നിയമിക്കുന്നതും? ആരെയാണ്? കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ പ്രസിഡന്റ് എന്ന് പറയണ്ട കേട്ടോ. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്താൽ മതി. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്, രണ്ടാമത്തെ അധ്യക്ഷ മോഹിനിഗിരി, 2 തവണയായത് ഗിരിജാ വ്യാസും രേഖാ ശർമ്മയും. ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷ അംഗം ചോദിച്ചാൽ അലോക് റാവത്താണ്. 2 പ്രാവശ്യം. നിലവിലെ ചെയർപേഴ്സൺ ആരാ? വിജയ് കിഷോർ രഹിത്കർ. 2 പ്രാവശ്യം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയവരുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ഗിരിജാ വ്യാസും രേഖാ ശർമ്മയും. സംസ്ഥാന വനിതാ കമ്മീഷൻ 95 ഡിസംബർ 1 വന്നു. നിയമം വരുന്നത് 95 ഡിസംബർ 1, നിലവിൽ വന്നത് 96 മാർച്ച് 14-മാണ്. ചെയർപേഴ്സണെ കൂടാതെ ഇവിടെ 4 പേര് മതി. ആ കാലാവധി 5 വർഷമാണ്. ഇവർക്ക് 5 വർഷം കൂടുമ്പോൾ 5 വർഷമുണ്ട്. മറ്റവർക്ക് 3 വർഷമേ ഉള്ളായിരുന്നു. ഇവർക്ക് 5 വർഷമുണ്ട്. ഓക്കെ. വാർഷിക റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനാണ്. ഇവിടെ നിയമിക്കേണ്ടത് ആരാടെ? നിയമിക്കുന്നതും സംസ്ഥാന സർക്കാരാണ് കേട്ടോ. വനിതാ കമ്മീഷനെ നിയമിക്കുന്നത് ആരാടെ? സംസ്ഥാന സർക്കാർ. വാർഷിക റിപ്പോർട്ടും സംസ്ഥാന സർക്കാർ. ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയും രണ്ടാമത്തെ ചെയർപേഴ്സൺ ഡി ശ്രീദേവിയാണ്. ഈ ഡി ശ്രീദേവി കേരളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 പ്രാവശ്യം ചെയർപേഴ്സൺ ആയതും ഡി ശ്രീദേവിയാണ്. നിലവിൽ പി സതീദേവിയാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്തിന്റെ വനിതാ കമ്മീഷൻ. ആരാ? പി സതീദേവിയാണ്. ഹരിത വിപ്ലവം, സിമ്പിൾ ക്വസ്റ്റ്യൻ. കാർഷിക മേഖലയിലെ വികസനമാണ് ഹരിത വിപ്ലവം. തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ്. 45-ൽ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെയാണ് ഹരിത വിപ്ലവം മെക്സിക്കോയിൽ തുടങ്ങുന്നത്. അപ്പൊ ആരുടെ ധനസഹായത്തോടെയാണ്? റോക്ക് ഫെല്ലർ ഫൗണ്ടേഷന്റെ ഏഷ്യയുടെ ഭവനം, ഹരിത വിപ്ലവത്തിൽ ഏഷ്യയുടെ ഭവനം ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും പഞ്ചാബ്. അപ്പൊ ലോകത്ത് മെക്സിക്കോ, ഏഷ്യയിലെ ഫിലിപ്പൈൻസ്, ഇന്ത്യയിൽ എവിടെയാണ്? ഹരിത വിപ്ലവം പഞ്ചാബിലാണ്.
ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഗോതമ്പും, രണ്ടാമത് നെല്ലുമാണ്. ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ നാണ്യവിള എന്ന് ചോദിച്ചാൽ കരിമ്പാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അമേരിക്കക്കാരനായ നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് തമിഴ്നാട് കുംഭകോണംകാരനായ MS സ്വാമിനാഥൻ. കേരളത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഇദ്ദേഹം ജനിച്ചത് തമിഴ്നാട് കുംഭകോണംകാരനായ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ വേറൊരാളാണ്, MB സിംഗ്. പിതാവ് MS സ്വാമിനാഥൻ, നായകൻ MB സിംഗ്. ഹരിത വിപ്ലവം എന്ന പദം കൊണ്ടുവന്നത് വില്യം ഗൗഡാണ്. വില്യം ഗൗഡ്. ഇന്ത്യൻ ഹരിത വിപ്ലവം നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഹരിത വിപ്ലവം കൊണ്ടുവരുന്നത്. ആ സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി C സുബ്രഹ്മണ്യമാണ്. അപ്പം മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കൊണ്ടുവന്നു കേന്ദ്ര കൃഷിമന്ത്രി C സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം കാലഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനം കല്യാൺ സോനയും സോണാലികയുമാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം വരുന്നത്. MS സ്വാമിനാഥൻ ഇതിലൂടെ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനത്തിന്റെ പേര് സർബതി സോണോറ. സർബതി സോണോറ. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്ന പേര് ചോദിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാം ഘട്ടം 65 മുതൽ 75 വരെയും. ഇത് പ്രധാനമായിട്ടും രണ്ട് ഘട്ടം. ഹരിത വിപ്ലവത്തിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്നാം ഘട്ടം 65 മുതൽ 75 വരെ. ഇത് പ്രധാനമായിട്ടും പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. പഞ്ചാബ്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഈ ഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു. രണ്ടാം ഘട്ടം 75 മുതൽ 85 വരെയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയത് രണ്ടാം ഘട്ടത്തിലാണ്. ശരിയായ ജലസേചനം, വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം എന്നിവയോടൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന പ്രത്യേകത ഇത് വന്നതിന് ശേഷം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, ട്രാക്ടർ, പവർ ടില്ലറുകൾ, പമ്പ് സെറ്റുകൾ മുതലായവയുടെ ഉപയോഗം, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ നൽകൽ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെ നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു, സ്വയം പര്യാപ്തത നേടി. ഇതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ സ്റ്റേറ്റ്മെന്റിൽ. ഇറക്കുമതിയും ഭക്ഷ്യ സഹായത്തിലുള്ള ആശ്രയത്വം കുറഞ്ഞു, കർഷകരുടെ വരുമാനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, താഴ്ന്ന വരുമാനക്കാരായ വിഭാഗക്കാർക്ക് പ്രയോജനം കിട്ടി, ഭക്ഷ്യ ദൗർലഭ്യം നേരിട്ടാൽ ഉപയോഗിക്കാനായി കരുതൽ നടപടികൾ ശേഖരം സൃഷ്ടിക്കാനും ഗവൺമെന്റിന് കഴിഞ്ഞു. ഇതിന്റെ ദോഷങ്ങൾ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. പുതിയ സാങ്കേതിക വിദ്യയുടെ ചെലവ് ചെറുകിട കർഷകർക്ക് താങ്ങാൻ കഴിയാതെ ആയി. അടുത്ത നോക്കേ, അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യതയുണ്ടായി. ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായ തോതിൽ കുറയാൻ തുടങ്ങി. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂഷ്ഠതയെ ദോഷകരമായി ബാധിച്ചു. ഇത് ഇത്രയേ ഉള്ളൂ ആ ഒരു ഭാഗം. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. PH മൂല്യം സ്പീഡിൽ പോകുന്നത് പോർഷൻസ് റിവിഷൻ തരാൻ വേണ്ടിയാണ്. തീർന്നിട്ട് ഞാനൊന്ന് റിവിഷൻ കൊണ്ടുവരാം. ഇതും കൂടെ ആകുമ്പം നിങ്ങൾക്ക് അത് പ്രധാനപ്പെട്ടയാണെന്ന് പറഞ്ഞ് അങ്ങ് പോകുമല്ലോ, അതുകൊണ്ടാണ്. ജലത്തിന്റെ PH മൂല്യം 7, രക്തത്തിൻ്റെത് 7.4, കടൽ ജലം 7.5നും 8.4നും ഇടയ്ക്ക് കടൽ ജലം, അപ്പക്കാരം 8നും 9നും ഇടയ്ക്ക്, ടൂത്ത് പേസ്റ്റ് 8.7, ചുണ്ണാമ്പ് വെള്ളമാണ് 10.5. ഉമിനീര് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഉമിനീരിന്റെ PH മൂല്യം 6.2 × 7.6 ആണ്. പാല് 6.5, മൂത്രം 6 ആണ്. പാല് 6.5, മൂത്രം 6, ചായ 5.5, കാപ്പി 5, ആസിഡ് മഴ 4നും 4.5 ഇടയ്ക്ക്, വിനാഗിരി 4.2, നാരങ്ങ വെള്ളം 2.4 ആണ്. നാരങ്ങ വെള്ളം ഇതൊന്ന് റിവിഷൻ നടത്തി വെച്ചിരിക്കണം. തൊണ്ടയൊക്കെ വറ്റിയത് കൊണ്ടാണ് അവസാനം പോയത്. നല്ല ടോപ്പിക്കുകളായിരുന്നു കൊണ്ടുവന്നത് അല്ലേ. എന്തൊക്കെ കൊണ്ടുവന്നത് ഇന്ന്? ഹരിത വിപ്ലവം കൊണ്ടുവന്നു, ധനകാര്യ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, പിന്നെ പിന്നെ നല്ല കുറെ ക്വസ്റ്റ്യനുകൾ കൊണ്ടുവന്നു. ഏതായിരുന്നു? കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, ലോക സംഘടനകൾ, വാതക നിയമങ്ങൾ, കോശകലകൾ, PH മൂല്യം, ഇതൊക്കെ കൊണ്ടുവന്നു. അടുത്ത നല്ലൊരു 10 ടോപ്പിക്കായിട്ട് ഉടനെ ഞാൻ വരാം. അതിനുമുമ്പ് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിരിക്കണേ. ഇതൊന്ന് കവർ ചെയ്തിരിക്കാം.
മാക്സിമം ഒരു 50 ചോദ്യത്തിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു 10-20 ചോദ്യം ഇതിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം മെയിൻ കാര്യങ്ങളായിരിക്കും ഞാൻ കൊണ്ടുവരുന്നത്. പഠിച്ചിട്ട് കയറണേ പരീക്ഷയ്ക്ക്. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പഠിക്കാനൊക്കെ മനസ്സും ശരീരവും ഒക്കെ നല്ല രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോയിരുന്ന് പഠിക്ക്, എത്രയും പെട്ടെന്ന് ജോലി കിട്ടി പോവുക. ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് അങ്ങ് മാറാലോ അല്ലേ? ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.